ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് നല്ല രീതിയിൽ എത്ര പൈസ മുടക്കിയാലും നമ്മൾ വീട് പണിതിന് ശേഷം വീടിൻ്റെ അകത്ത്, അതായത് പകൽ സമയങ്ങളിലാണ് ഇരുട്ട്, അതായത് ഒരു ഇരുട്ടാണെങ്കിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മാക്സിമം ലൈറ്റ് കാര്യങ്ങൾ, അതായത് വെളിച്ചം കാര്യങ്ങൾ വീടിൻ്റെ അകത്തേക്ക് വന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും വീടിൻ്റെ അകത്ത് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ള കുറേ ഐഡിയാസ് എല്ലാം ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ആദ്യമേ തന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് സിറ്റ് ഔട്ടിൻ്റെ ഏരിയ, അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ചെറിയ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിൽ ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ടെഫ്ലോൺ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ചെറിയ ഒരു ഏരിയ, ചെറിയ പറയുകയാണെങ്കിൽ ചെറിയൊരു നാലുകെട്ടിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ചെറിയൊരു ഏരിയയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ജസ്റ്റ് എന്തെങ്കിലും ഒരു കോർട്ട്യാർഡ് സിസ്റ്റം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അടുത്ത സെക്ഷനിലും ഹാളിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു പറഹോള കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു പറഹോള കൊടുത്തിരിക്കുന്നത് അവിടെ ഇത് ടെഫ്ലോൺ ഗ്ലാസ് ഒക്കെ ചെയ്തതിന് ശേഷം അകത്തേക്ക് നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങൾ അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ കോർട്ട്യാർഡിൻ്റെ സിസ്റ്റം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവിടെയാണെങ്കിലും ഇപ്പോൾ ടൈല് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഡിസൈന് വർക്കോ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നല്ല LED കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കേട്ടോ, ഇതിപ്പോൾ നമ്മൾ വെളിച്ചം ലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഹാളിലും അല്ലെങ്കിൽ ഡൈനിങ്ങിൻ്റെ ഏരിയയിലും കാണുന്ന വെളിച്ചമാണ് നിങ്ങൾ കാണുന്നത്. ആ വീടിൻ്റെ അകത്തേക്ക് നല്ല രീതിയിലുള്ള പ്രകാശം കിടക്കുന്നതിന് അവർ ചെയ്തിരിക്കുന്ന രീതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്റ്റെയറിൻ്റെ ഏരിയ ഉണ്ടോ, സ്റ്റെയറിൻ്റെ ഏരിയ രണ്ട് ഓപ്പണായിട്ടുള്ള രണ്ട് ഏരിയയും പിന്നെ വലിയൊരു ഓപ്പണായിട്ടുള്ള ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ ടെമ്പേർഡ് ഗ്ലാസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുൾ ടെമ്പേർഡ് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രകാശം ഫുൾ ടൈം വീടിൻ്റെ അകത്തേക്ക് കിട്ടുന്ന ഈ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ടെമ്പേർഡ് ഗ്ലാസ് രണ്ട് സൈഡുകളിലായിട്ട് വലിയ വലുപ്പത്തിലാണ് കൊടുത്തിരുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് കൊടുത്തു. അതിന് ഗ്രില്ല് കാര്യങ്ങൾ വരുന്നുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗ്രില്ല് വരും. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ടെമ്പേർഡ് ഗ്ലാസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ ഏരിയ ആണെങ്കിലും ഡൈനിങ്ങിൻ്റെ ഏരിയ ആണെങ്കിലും കിച്ചണിലേക്കാണെങ്കിലും വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും വീടിൻ്റെ അകത്ത് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേജ് കണ്ടോ, ഈ സ്റ്റേജ് ഇത്രയും വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ ടൈല് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ല വെളിച്ചം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും വീടിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പോൾ വീടിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുമാത്രമല്ല റൂമുകളിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജെല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു തരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കൊടുത്താൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വെളിച്ചം കാര്യങ്ങളകത്തേക്ക് വരുന്നത്, അതായത് എല്ലാ റൂമുകളിലേക്കും അത്യാവശ്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വെളിച്ചം കിട്ടുന്ന രീതിയിലേക്ക്, അതായത് സൂര്യപ്രകാശം അകത്തേക്ക് കയറുന്ന രീതിയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും വീടിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് വീടിൻ്റെ അകത്ത് കിട്ടും. അത് മാത്രമല്ല ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കിയറിയാം, ചെറിയൊരു കോർട്ട്യാർഡ് സിസ്റ്റമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും ഡിസൈൻ കാര്യങ്ങൾ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.